സിനിമയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും വലിയൊരു ഡ്രീമായിരിക്കും ഒരു പേരുകേട്ട സംവിധായകന്റെ ചിത്രത്തിൽ നായക നടനായി വരാൻ കഴിയുക എന്നത്. ഇനി ആ ചിത്രം ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് മറ്റൊരു ഭാഗ്യമാണ്. ഇനി ഇതിനേക്കാളൊക്കെ മേലെയുള്ള മറ്റൊന്നാണ് തന്റെ ഈ ചിത്രത്തിൽ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടുണ്ടാകുന്നതും ആ ഗാനരംഗത്ത് അഭിനയിക്കാൻ കഴിയുന്നതും. കാരണം താരങ്ങളെ ജനമനസ്സുകളിൽ കുറെ കാലം പിടിച്ചു നിർത്തുന്നതിന് അവരുടെ പടത്തിലെ ഹിറ്റ് പാട്ടിന് വലിയ പങ്കുണ്ട്. ഒരു സിനിമയുടെ അലയൊലി 1-2 മാസങ്ങൾ കൊണ്ട് അവസാനിക്കാം, പക്ഷെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് പല കാലങ്ങളെ അതിജീവിക്കും. അപ്പോൾ അങ്ങനെ മേൽപ്പറഞ്ഞ ഭാഗ്യങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടിയ ഒരു നടനായിരുന്നു കൈലാഷ്. പക്ഷെ എന്തുകൊണ്ടോ പിന്നീട് ഈ വീണ് കിട്ടിയ ഭാഗ്യത്തെ ക്യാപിറ്റലൈസ് ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. ഈ പറഞ്ഞതിന് അവസരങ്ങൾ കിട്ടിയില്ല എന്നൊരർത്ഥമില്ല. കാരണം ഇദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടിയിരുന്നു, അതും ലീഡ് റോളിൽ തന്നെ. ആൻഡ് അന്നു മുതൽ ഇന്ന് വരെ ഇദ്ദേഹം ഒരു സഹതാരമായെങ്കിലും അഭിനയിക്കുന്നുമുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ലീഡ് റോളിൽ പച്ചപിടിക്കാൻ കഴിയാതെ പോയി എന്ന്. അപ്പൊ എന്റെ ഒരു വീക്ഷണത്തിൽ അതിന് ഉത്തരം ഒന്നേയുള്ളൂ. ഇദ്ദേഹത്തിന്റെ കാര്യമാണെങ്കിലും ഇദ്ദേഹത്തിന്റെ കണ്ടംപററിയായ വിനു മോഹന്റെ കാര്യം എടുത്താലും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. 2010-11 ടൈമിൽ മലയാളം സിനിമയ്ക്ക് മൊത്തത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരുന്നു. എന്നാൽ അതോടൊപ്പം അതേ സമയം തന്നെ അങ്ങനെ മാറിയ മലയാളത്തിന്റെ കഥ പറച്ചൽ രീതികൾക്ക് അനുയോജ്യമായ ചില മുഖങ്ങളും അതേ സമയം തന്നെ വന്നു. ഫോർ എക്സാമ്പിൾ ആസിഫ് അലി, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, നിവിൻ പോളി. അപ്പൊ മാറിയ മലയാള സിനിമയ്ക്ക് ഈ മുഖങ്ങളായിരുന്നു കൂടുതൽ ആപ്റ്റ് ആയിരുന്നത്. ഇത് തന്നെയായിരുന്നു കൈലാഷിനും വിനു മോഹനും ഇല്ലാതിരുന്നതും. എന്ന് വെച്ചാൽ ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപുള്ള ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ ഒരു ഫ്രീക്ക് ലുക്ക് ഇവർ രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇദ്ദേഹത്തെയും വിനു മോഹനെയും ഒക്കെ പറ്റിയുള്ള ഒരു പോസ്റ്റ് വരുമ്പോൾ അതിന് താഴെ വരാൻ പോകുന്ന കമന്റ് എന്തായിരിക്കുമെന്ന് യു നോ, ഐ നോ, വി ഓൾ നോ, ബട്ട് ദാറ്റ്സ് ടു ഓൾഡ് ആൻഡ് ബോറിംഗ്, സോ ലെറ്റ്സ് നോട്ട് ബ്രിങ് ദാറ്റ് അപ്പ് ഹിയർ. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈ സിനിമയിലെ ഈ ഒരു രംഗത്ത് ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഒരു വക്കീലിനും ഇദ്ദേഹത്തിന് വേണ്ടി വാദിച്ച് ജയിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്.